കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ ഡെയിലി മന്ന എന്ന വചന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ വാക്യം ഗലാത്യ ലേഖനം 5:24. ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ വേദഭാഗത്ത് നിന്നാണിത്. കർത്താവായ യേശു ക്രിസ്തുവിൽ നാം ആയിത്തീരുന്നത് അവൻ്റെ മരണ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസത്താലാണ്. ഒരുവൻ അങ്ങനെ ക്രിസ്തുവിലായി തീർന്നാൽ ജീവിതത്തിന് മാറ്റം വരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥാവകാശം കർത്താവ് ഏറ്റെടുക്കുന്നു. അതായത് പരിശുദ്ധാത്മാവ് നമ്മെ മുദ്രയിട്ട് ദൈവത്തിനായി സൂക്ഷിക്കുന്നു. ക്രിസ്തുവിനുള്ളവർ ആയിത്തീരുന്നത് നമ്മുടെ സമർപ്പണത്തോടു കൂടെയാണ്. ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെടുന്നവരാകുന്നത് നാം ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് വളരുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ സൽപ്രവൃത്തികളാൽ നാം രക്ഷിക്കപ്പെടുന്നില്ല, പ്രത്യുത വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. നാം നമ്മുടെ ജഡമോഹങ്ങളെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിൽ തറയ്ക്കുക എന്നത് ആവശ്യമാണ്. എന്താണ് ഈ ക്രൂശിൽ തറയ്ക്കുക എന്ന് വെച്ചാൽ, നമ്മുടെ രാഗമോഹങ്ങൾ നമ്മിൽ ജനിപ്പിക്കുന്ന പാപചിന്തകൾ, അതിൽ നിന്നും നാം ഒഴിവായിരിക്കുക. ഹൃദയത്തിൽ നിന്നും പാപത്തോടുള്ള ആഗ്രഹം നീക്കിക്കളയുക. മനഃപൂർവ്വമായിട്ട് നാം അതിന് ശ്രമിച്ചാൽ മാത്രമേ നമുക്കത് സാധ്യമാകുകയുള്ളൂ. ജഡീക സുഖങ്ങൾക്ക് ഉതകുന്ന പാപപ്രവർത്തികൾ, കോപം, ക്രോധം, അസൂയ, പിണക്കം, ലൈംഗിക പാപങ്ങൾ ഇവയെല്ലാം രാഗമോഹങ്ങളിൽപ്പെടും. ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി തീരണം. മോഹങ്ങൾ ജനിക്കാൻ പ്രേരകമായ ദൃശ്യങ്ങൾ, പുസ്തകങ്ങൾ, സംസാരങ്ങൾ, കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കിയേ മതിയാകുകയുള്ളൂ. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മാത്രം മതി ജഡത്തിൻ്റെ രാഗമോഹങ്ങളിൽ ഉല്ലസിച്ച് ജീവിക്കാനായിട്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് യാതൊരു പ്രയോജനവും നമ്മുടെ നിത്യജീവനിലേക്ക് ഉണ്ടാകുന്നതല്ല. പ്രത്യുത അതിനെ നമ്മുടെ നിത്യജീവനെ നശിപ്പിക്കുന്നതാണ് ഇവയൊക്കെയും. ഇതൊക്കെ ശ്രദ്ധയോടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെങ്കിൽ നാം അതിനുവേണ്ടി പരിശ്രമിച്ചേ മതിയാകുകയുള്ളൂ. കർത്താവ് പറയുന്നത് എന്താണ്? വലം കണ്ണ് നിനക്ക് ഇടർച്ചയുണ്ടാക്കിയാൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക എന്ന്. അതുപോലെ വലത്ത് കൈ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ പാപത്തെ ഒഴിവാക്കാനായിട്ട് ആ കൈ വെട്ടിക്കളയുക എന്ന് പറയുന്നു. എന്നാൽ കണ്ണും കൈയും നഷ്ടപ്പെട്ടാലും ചിന്തയിൽ നാം പാപം ചെയ്യുന്നവരാണ്. നമ്മുടെ ആദാമി പാപം നമ്മിലുള്ളത് നിമിത്തം എപ്പോഴും പാപം ചെയ്യാനുള്ള ഒരു പ്രേരണ നമ്മുടെ ഉള്ളിലുണ്ട്. അതിൽ രസിക്കുവാനും പലപ്പോഴും ആഗ്രഹിക്കുന്നു. ദുർമോഹത്തോടെ നോക്കിയാൽ തന്നെ പാപം ചെയ്തു പോയി എന്ന് കർത്താവ് പറയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? പാപം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുകയാണ്. അപ്പോൾ മരണകാരണമായ അവസ്ഥയിലേക്ക് നാം പാപം നിമിത്തം നീങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ആ പാപത്തെ ഒഴിവാക്കുവാൻ, ആ പാപത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിൽ തറയ്ക്കണം. എന്ന് വെച്ചാൽ അതിനെ ഇല്ലാതെയാക്കണം, അതിനെ നശിപ്പിക്കണം. കയ്യിനോട് എന്താണ് കർത്താവ് പറയുന്നത്? പാപം നിൻ്റെ വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. അതുകൊണ്ടാണ് നാം പലപ്പോഴും പറയുന്നത് പോരാട്ടം പോരാട്ടം പോരാട്ടമുള്ളത് നമുക്ക് എന്തിനോടാണ്? ജഡരക്തങ്ങളോടൊന്നുമല്ല. എന്തിനോടാണ് പിന്നെ പോരാട്ടമുള്ളത്? ഈ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളോടും അത് ജനിപ്പിക്കുന്ന ദുഷ്ടാത്മസേനയോടും വാഴ്ചകളോടും അധികാരങ്ങളോടും ഒക്കെയാണെന്ന് നാം വചനത്തിൽ വായിക്കുന്നു. അപ്പോൾ നാം എന്താണ് നമ്മുടെ നിത്യജീവന് വേണ്ടിയിട്ട് നേടേണ്ടതെന്ന് വെച്ചാൽ
നാം പാപത്തെ ഒഴിവാക്കുവാൻ വളരെയധികം ശ്രമിക്കണം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 8:13 പറയുന്നു. നമ്മുടെ പാപത്തിൻ്റെ ന്യായവിധിയാണ് കർത്താവ് ഏറ്റെടുത്തത്. അപ്പോൾ അതിനെ മാനിക്കുക, കർത്താവിനെ സ്നേഹിക്കുക, പാപമില്ലാതെ ജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് വിധേയരാകുക, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക, വചനം വായിച്ച് ധ്യാനിച്ച് ഇതിൽ നിന്നൊക്കെയും വിടുതൽ പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ നിത്യജീവങ്കിലേക്ക് നാം പ്രതിഫലം ലഭിപ്പാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ ഒരുക്കി വയ്ക്കുക. അതായത് നമ്മുടെ പുണ്യപ്രവർത്തികളാലല്ല നമുക്ക് പ്രതിഫലം, പാപമോചനമോ അല്ലെങ്കിൽ രക്ഷയോ ലഭിക്കുന്നത്. പിന്നെ എന്തിനാലാണ്? കർത്താവിൻ്റെ ക്രൂശിലുള്ള വിശ്വാസത്താലാണ് ഇത് നമുക്ക് സാധ്യമാകുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ.